ഇതിന് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാവും. ഒരു മീഡിയം സൈസിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 100 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. 100 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, സാധാരണ വെള്ളം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ ഇരട്ടി അളവ് എടുക്കണം കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ആണെങ്കിലും കുറച്ച് വലിയ സൈസ് വേണം എടുക്കാൻ. വെള്ളം 200 ml എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് ഈ ബീട്രൂട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാക്സിമം ഇതിൻ്റെ കളർ എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രിയൻസും നമുക്ക് കിട്ടും. എന്നിട്ടൊരു മുട്ട എടുക്കാം. അപ്പം ഞാൻ ഈ കാണിക്കുന്ന അളവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അരഭാഗം മുട്ട മതി കേട്ടോ. ഇതിൻ്റെ ഇരട്ടി അളവാകുമ്പോൾ നിങ്ങൾ മുഴുവനും മുട്ട എടുക്കാം. അപ്പോൾ പക്ഷേ നമുക്ക് അരഭാഗമാണെങ്കിലും ഇതിൻ്റെ യോക്കും വൈറ്റും രണ്ടും ചേർത്താണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. ഹാഫേ ഒഴിക്കുള്ളൂ. ഈ ഒരു അളവിലേക്ക് ഹാഫ് മതി. അപ്പം അതിൻ്റെ ഒരു പകുതി മുട്ട എടുത്തിട്ട് ഏകദേശം ഒരു ഉദ്ദേശത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് മാറ്റി വെക്കാം, ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. അപ്പം ഇതിന് ആവശ്യമില്ല കേട്ടോ, ഈ മുട്ടയുടെ പകുതി എനിക്ക് ആവശ്യമില്ല ഇവിടെ. അപ്പം ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 225 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിൽ ചേർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇത്രയും മൈദ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഉപ്പ് എടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പരുവത്തിലേക്ക് ഈ മാവ് നമുക്കൊരു ഡോ ആയിട്ട് കിട്ടും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. അതേപോലെ ഈ കളറും എല്ലായിടത്തേക്കും ആവും. അതിൻ്റെ ന്യൂട്രിയൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നല്ലൊരു റെഡ് പിങ്ക് കളറിലായി കിട്ടിയിട്ടുണ്ട്. അതൊന്നൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാനുള്ളതുണ്ട്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം മിൻസ്ഡ് മട്ടൺ മീറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിനി ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം. അതല്ല മറ്റ് ഏതൊക്കെ മീറ്റ് വേണോ അത് ചേർക്കാം. അതല്ല വെജിറ്റബിൾ ആണെങ്കിൽ അത് അങ്ങനെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ പകുതി മതിയാവും. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരല്പം സ്പൈസസ്, അതായത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗരം മസാലയോ അതല്ലെങ്കിൽ മസാല മിക്സ് പൗഡർ ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഇതെല്ലാം പച്ചയായിട്ടായിട്ടുള്ളത്, ഒന്നും കുക്ക് ചെയ്തതല്ല, ഇതെല്ലാം റോയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കുഴക്കുന്ന പോലെ ആക്കിയിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്ക് വേണ്ടി ഒരു കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കൗണ്ടർ ടോപ്പ് തന്നെ വേണം കേട്ടോ. ഇതാട്ടോ നമ്മുടെ മാവ് കുഴച്ചത്, നല്ല കളറുണ്ടല്ലേ. അപ്പോൾ ഇത് എടുത്തിട്ടൊന്ന് പൊടിയിൽ തട്ടിയിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ചെയ്യണം. ആദ്യം ഒന്ന് കൈവച്ചിട്ടൊന്ന് മാക്സിമം ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ വടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കൈവച്ച് പരത്തുമ്പോൾ തന്നെ അതാ കണ്ടോ, നല്ലോണം ഇങ്ങനെ നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് റോളർ ഇട്ടിട്ട് നന്നായിട്ട് മാക്സിമം ഇങ്ങനെ വൈഡ് ആക്കി എടുക്കുക കേട്ടോ. ഇത് നല്ലൊരു രീതിക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇങ്ങനെ വലുപ്പത്തിൽ പരത്താൻ പറ്റും. അപ്പം ചപ്പാത്തി പലക യൂസ് ചെയ്യണ്ട കേട്ടോ, അതിനകത്ത് പറ്റില്ല ഈ പരിപാടി. കൗണ്ടർ ടോപ്പിൽ തന്നെ ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പരത്തി വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കണം കേട്ടോ. എങ്ങാനും ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ പിന്നെ ആകെ നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പം ഒട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാനൊന്നും മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി വലിപ്പമാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം ആ ഒരു സമയത്തൊന്ന് മറിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തില്ലേ എന്ന പോലെ തന്നെ. പിന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളറൊക്കെ ആകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഏകദേശം നല്ലൊരു വലിപ്പത്തിൽ എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു നമ്മുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കുന്ന കറിച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. മാക്സിമം റൗണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഇതുപോലുള്ള ഈ മാവുണ്ടല്ലോ ഇത് കുഴച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായി ഫ്ലാറ്റായിട്ട് പരത്തി വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നും തന്നെ മിസ്സാവില്ല. എല്ലാം നമുക്ക് മാക്സിമം ഇതിനകത്തുനിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇനിയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 4 റൗണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് 4 നമ്മളിങ്ങനെ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ട്രിപ്പ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് കൂട്ടി വെച്ചിട്ടുള്ള മിൻസ്ഡ് മീറ്റും വെജും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും പൊട്ടറ്റോ കൂടി ചേർക്കുമ്പോൾ.
അപ്പം ഇതെല്ലാം ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മതി, ഓവറായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. കാര്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലേക്കാണ് റോസ്. അപ്പം അതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ റൗണ്ടിൻ്റെ ഓരോ പെറ്റലും നമ്മളിങ്ങനെ ഇതേപോലെ ചേർത്തൊന്ന് ഒന്നുകൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് വെള്ളം നനച്ചിട്ട് തൊടുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ ചുരുട്ടി ഇതുപോലെ റോൾ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫ്ലവർ ഇങ്ങ് തനിയെ ഉണ്ടായി വരുന്ന ഒരു മാജിക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഈ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ നല്ലൊരു സൂപ്പർ റെഡ് റോസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും കണ്ടോ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ മസാലകളെല്ലാം സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് ആവും കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗും ആയിരിക്കും, പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് ചെയ്യാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എത്ര ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടാട്ടോ വേവിക്കാൻ പോകുന്നത്. മോമോസ്, ഫ്രൈഡ് മോമോസ് ഞാൻ കഴിച്ചിട്ടുണ്ട്, സ്റ്റീംഡും കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റീംഡാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റീംഡാണ് ആക്ച്വലി ഹെൽത്തും ടേസ്റ്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഈ സ്റ്റീമിലിരിക്കുമ്പോൾ എങ്ങാനും ഈ ബാക്ക് സൈഡ് അവിടെ ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ റോസൊക്കെ കീറിപ്പറിഞ്ഞ് കയ്യിലോട്ട് പോരും എടുക്കുമ്പോൾ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഓയിൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ പുരട്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവറും എടുത്തിട്ട് നമ്മൾ റോസുകളെല്ലാം നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് 20 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചിക്കനാണ് വെക്കുന്നതെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിൽ മറ്റേതെങ്കിലും മീറ്റൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ വയ്ക്കുക. വെജിറ്റബിൾ ആണെങ്കിൽ 10 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതെല്ലാം സ്റ്റീമായി ഞാനിപ്പോൾ 20 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതാണ് മാജിക്. നമ്മൾ റെഡ് റോസ് ആണ് വെച്ചത്, പക്ഷെ നമുക്ക് കുക്കായി കിട്ടിയപ്പോഴേക്കും ഓറഞ്ച് റോസ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ തെളിവാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ അടുത്ത് ഈ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള അതേ റെഡ് കളർ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. പക്ഷേ അപ്പോൾ അവിടെ കെമിക്കൽ ഒരു കണ്ടന്റ് അവിടെ ആഡ് ആവും. അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് പരമാവധി നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റാത്തടുത്ത് മാത്രം ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഇത്രയും കുക്കിംഗ് ചെയ്തതിൽ ഞാൻ ഒരിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ആക്ച്വലി കളർ. ഞാൻ ഇപ്പോൾ കറിവേപ്പിലൊക്കെ വെച്ചിട്ടൊന്നും ഇതിന് ലീഫ് ഇല്ലല്ലോ ആക്ച്വലി. അപ്പോൾ ഏകദേശം റോസിൻ്റെ ലീഫ് ഏകദേശം സാമ്യം വരുന്നത് ഞാൻ നോക്കിയപ്പോൾ കറിവേപ്പിലൊക്കെ തന്നെയാണ്. എന്നാൽ പിന്നെ അതിരിക്കട്ടെ എന്ന് വിചാരിച്ച് സെർവ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കുക്കിങ്ങിൽ ഞാൻ ആകെ ഒരേ ഒരു തവണ ചെയ്തിട്ടുള്ളൂ. അത് ചിക്കൻ 65 ചെയ്തപ്പോഴാണ്, അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇട്ടതാണ് ഒരു ഡ്രോപ്പ്. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. നല്ല ഇത് സ്റ്റീമിൽ ഇനി വരുന്ന സമയത്തുണ്ടല്ലോ, എന്താ ഒരു നല്ല സ്മെല്ലെന്നറിയോ, കഴിക്കാൻ തോന്നും അപ്പം തന്നെ. ഇപ്പോൾ മുറിച്ചപ്പോഴും അതെ കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാം കേട്ടോ. അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ഇരിക്കണേ, ഈ ലെയേഴ്സൊക്കെ ഇങ്ങനെയാണ്. ഈ മസാലകളും മീറ്റും പൊട്ടറ്റോയും ഇട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഇരിക്കും. നമുക്ക് കഴിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ വായിൽ നമുക്ക് ചവയ്ക്കാൻ പറ്റും കേട്ടോ. കഴിച്ചിട്ട് ഞാൻ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ള മോമോസിൻ്റെ അതേ രുചി തന്നെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു സ്മെല്ലും എല്ലാം കൂടി നല്ലൊരു എനിക്കിപ്പം ആ ഒരു പീസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു. എനിക്കിത് ഇതുകൂടി കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിനർത്ഥം നല്ല ടേസ്റ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് കുറച്ച് കഴിച്ചിട്ട് വീണ്ടും ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്നത് അല്ലേ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഇനി റോസാപ്പൂവിൻ്റെ മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയും ഞാൻ ഇതുപോലെയൊക്കെ ഒരു തകർപ്പൻ വീഡിയോ ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും താങ്ക് യു ഓൾ, ബൈ ബൈ, ടേക്ക് കെയർ.